അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാൻ കർശന നടപടിയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രംപിനെതിരെ പലരും ഉയർത്തുന്ന വിമർശനങ്ങളും ചർച്ചയാകുന്നുണ്ട്. ട്രംപിന്റെ പൂർവികരും ഇത്തരത്തിൽ കുടിയേറിയവർ ആണെന്നും അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ നിലപാട് പരിഹാസ്യമാണെന്നും അവർ കളിയാക്കുന്നുണ്ട്. ഇതിനവർ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ പിതാവായ ഫ്രെഡ് ട്രംപ് ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ അംഗമാണ്. കൂടാതെ വംശീയ വിവേചനം ഉൾപ്പെടെ പല ആരോപണങ്ങളും ഫ്രെഡ് ട്രംപിന്റെ പേരിൽ ഉയർന്നിരുന്നതായും ഒരിക്കൽ കടുത്ത വർണ്ണവിവേചന അനുകൂലികളായ ക്ലൂക്ലൂസ് ക്ലാനിന്റെ പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഫ്രെഡിനെ ഒരിക്കൽ അവരുടെ മാർച്ചിൽ പങ്കെടുത്തതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. 1927 ഈ സംഭവം നടന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ അമ്മയായ മേരി ആൻ മാക്ലോയ് ട്രംപ് ആകട്ടെ സ്കോട്ട്ലാൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. 1930 അവർ അമേരിക്കയിലേക്ക് വന്നത്. ഫ്രെഡിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് അവർ ചെറിയ ജോലികൾ ചെയ്താണ് ജീവിച്ചത് എന്നും ട്രംപിന്റെ വിമർശകർ വെളിപ്പെടുത്തുന്നു. 1936 വിവാഹിതരായ ഇവർക്ക് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 5 മക്കളാണ് ഉള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പല രാജ്യങ്ങളും നട്ടം തിരിയുന്ന സമയത്താണ് ട്രംപിന്റെ അമ്മ ജീവിതമാർഗം തേടി അമേരിക്കയിലേക്ക് എത്തുന്നത്. സ്കോട്ട്ലാൻഡിൽ നിന്ന് പതിനായിരങ്ങളാണ് ഈ കാലയളവിൽ അമേരിക്കയിലേക്ക് എത്തിയത്. സമ്പന്നനായ ഫ്രെഡ് ട്രംപിനെ വിവാഹം കഴിച്ചതോടെയാണ് ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് പലരും മെച്ചപ്പെട്ട ജീവിതം തേടി അമേരിക്കയിലെത്തുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത ബന്ധുക്കളിൽ പലരും ഇപ്പോഴും താമസിക്കുന്നത് സ്കോട്ട്ലാൻഡിലാണെന്ന കാര്യവും എതിരാളികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ട്രംപിന്റെ അമ്മയ്ക്ക് 1942 മാത്രമാണ് അമേരിക്കൻ പൗരത്വം ലഭിച്ചതെന്ന കാര്യവും അവർ പറയുന്നു. ട്രംപിന്റെ ആദ്യ ഭാര്യയായ ഇവാന ചെക്കസ്ലോവക്കിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ദമ്പതികളുടെ മകളാണ്. ഇവർ 2022 മരിച്ചു. ട്രംപിന്റെ ഇപ്പോഴത്തെ ഭാര്യയായ മെലനിയ സ്ലോവേനിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയ കുടുംബത്തിലെ അംഗമാണെന്ന കാര്യവും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു.